ശ്രീമന്നാരായണീയം ദശകം 13 ഹിരണ്യാക്ഷവധം ശ്ലോകം 7. ഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഭവച്ചക്രജ്യോതിഷ്കണലവനിപാതേന വിദുതേ തദോ മായാചക്രേ വിദധഘനരോഷാന്തമനസം ഗരിഷ്ഠാഭിർമുഷ്ടി പ്രകൃതിഭിരഭിഘ്നന്ദമസുരം സ്വപാദാങ്കുഷ്ടേന ശ്രവണപദമൂലേ നിരവധി. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു ഹിരണ്യാക്ഷൻ ഗദയുപേക്ഷിച്ച് ശൂലമെടുത്ത് ഭഗവാന്റെ നേരേക്ക് എറിയുന്നത്. ഭഗവാൻ തൻ്റെ കയ്യിലുള്ള സുദർശന ചക്രത്തെ എറിഞ്ഞ് അതിനെ മുറിച്ചു കളഞ്ഞു. അപ്പോഴവൻ വളരെ ദേഷ്യത്തോടുകൂടി കൈ ചുരുട്ടി മുഷ്ടി ചുരുട്ടി ഭഗവാനെ ഇടിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് മായ ലവലേശമേക്കാത്ത, ഒട്ടും തന്നെ ഏക്കാത്ത ഭഗവാനെ ലോകത്തിനെ മുഴുവൻ അമ്പരപ്പിക്കുന്ന തരത്തിലുള്ള മായകൾ അവൻ കാട്ടാൻ ഒരുങ്ങി. അവൻ അറിയില്ല ഭഗവാന്റെ അടുത്ത് ഇതൊന്നും ചെലവാകില്ല എന്ന്. തഥ അപ്പോൾ ആ സമയത്ത് മായാചക്രേ, ആ അസുരന്റെ ആ മായകളെല്ലാം അവൻ അവിടെ കാണിച്ച സകല മായകളും ഭവത് ചക്ര, അങ്ങയുടെ ചക്രത്തിന്റെ സുദർശനത്തിന്റെ ജ്യോതിഷ് കണലവ നിപാതേന, ആ കണലവ, ജ്യോതിഷ് കണലവ, തീപ്പൊരിയുടെ ഒരു കണം, പൊടി പോലെ ചെറിയ കണം, ആ തീപ്പൊരിയുടെ കണം നിപാതേന വന്നു വീണപ്പോൾ, ആ തീപ്പൊരിയുടെ, ആ കയ്യിലുള്ള സുദർശന ചക്രത്തിൽ നിന്ന് പുറപ്പെട്ട ആ തീപ്പൊരിയുടെ ഒരു കണം ചെന്നങ്ങോട്ട് വീണപ്പോൾ തന്നെ അവന്റെ എല്ലാ മായകളും പറന്നുപോയി. എല്ലാ മായകളും പോയി. വിദധ ഘന രോഷാന്ത മനസ്സം. വിദധ ഘന, ഘന എന്ന് പറഞ്ഞാൽ കനമുള്ള, വിദധ പരപ്പ്, അതായത് പരപ്പും കനവുമുള്ള, രോഷ ശുണ്ഠി ദേഷ്യം വന്നിട്ട്, അതായത് ഭയങ്കരമായിട്ടുള്ള ദേഷ്യം വന്നിട്ട്, അന്ധമനസം വിവേകമറ്റവനും വിവേകമില്ലാത്തവനായി തീർന്നു അവൻ. ഭയങ്കരമായിട്ട് അവന് ദേഷ്യം വന്നു, അവന്റെ മായകളൊന്നും ഫലിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ. ഗരിഷ്ഠാഭി വളരെ ശക്തിയുള്ള, മുഷ്ടി പ്രകൃതിഭി മുഷ്ടിപ്രഹാരങ്ങൾ, അതായത് കൈ ചുരുട്ടിയുള്ള ഇടികൾ, അതായത് വളരെ ശക്തിയിൽ അവൻ കൈ ചുരുട്ടി ഭഗവാനെ ഇടിക്കാൻ തുടങ്ങി. അങ്ങനെ ഇടിക്കാൻ തുടങ്ങിയ അഭിഘ്നന്തം അസുരം, അങ്ങനെ നന്നായിട്ട് ഭഗവാനെ അതിശക്തിയായിട്ട് ഇടിക്കാൻ തുടങ്ങിയ ആ അസുരം, അസുരനെ, നേരിട്ട് അഭിഘ്നന്തം, ഇവിടെ നേരിട്ട് നല്ല ഇടിയങ്ങോട് ഭഗവാന് വച്ചു കൊടുക്കുന്ന, നന്നായി ഏൽപ്പിക്കുന്നവനുമായ, മുഷ്ടിപ്രഹരങ്ങള് നന്നായിട്ട് ഏൽപ്പിക്കുന്നവനുമായ അസുരം, അസുരനെ, ഹിരണ്യാക്ഷനെ, സ്വപാദ അങ്കുഷ്ടേന, അവിടുന്ന് തൻ്റെ കാലിൻ്റെ അങ്കുഷ്ടേന, പെരുവിരൽ കൊണ്ട്, ഭഗവാൻ തൻ്റെ ആ പാദത്തിൻ്റെ പെരുവിരൽ കൊണ്ട്, ശ്രവണപദമൂലേ, ശ്രവണപദം എന്ന് പറഞ്ഞാൽ ഇവിടെ ചെന്നിക്ക് അല്ലെങ്കിൽ കർണക്കുറ്റിക്ക് എന്നൊക്കെ പറയും. നന്നായി ഒന്ന്
നിരവധി അടിച്ചു. ഇവിടെ മായാചക്രേ, ആദ്യത്തെ വരിയിൽ മായാചക്രേ, ചക്രേ എന്ന് പറഞ്ഞ ചക്രം എന്ന് പറഞ്ഞ സമൂഹം, കൂട്ടം എന്നാണ്. അതായത് മായകള്, അവൻ കാട്ടിയ മായകള് മുഴുവനും ചുറ്റും വന്ന് അങ്ങോട്ട് നിറഞ്ഞു. അപ്പൊ ഭഗവാന്റെ സുദർശനത്തെ ചക്രത്തിന്റെ തീപ്പൊരി ഒരു ചെറിയ കണം ചെന്ന് വീണപ്പോഴേക്കും അതെല്ലാം അപ്രത്യക്ഷമായി. അപ്പോഴാണ് ഭയങ്കരമായിട്ട് കോപം വന്നിട്ട് അവൻ കൈ ചുരുട്ടി ഭഗവാനെ അതിശക്തിയായിട്ട് ഇടിക്കാൻ തുടങ്ങി. അങ്ങനെ ഇടിക്കുന്ന ആ അസുരനെ തൻ്റെ കാലിൻ്റെ പെരുവിരൽ കൊണ്ട് അവൻ്റെ കർണക്കുറ്റിക്ക് നല്ല ഒരു അടി അങ്ങോട്ട് വെച്ചു കൊടുത്തു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.